മൂവാറ്റുപുഴയുടെ ടൂറിസം മേഖലയ്ക്ക് ത്രിവേണി ഓണം കരുത്തേകുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. മൂവാറ്റുപുഴ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ച ത്രിവേണി ഓണം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. I would like to congratulate മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിനെ അഭിനന്ദിക്കുകയാണ്. ത്രിവേണി ഓണമിനെ ഒരു മുൻകൈ എടുത്തത് അത് വളരെ ഒരു ചുരുക്ക സമയത്തിലാണ്. ഇതിനിടെ ഒരു ബ്രെയിൻ സ്ട്രോമിംഗ് തന്നെ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ആ ഒരു ചെറിയ സമയത്തിൽ ഒത്തിരി അധികം കാര്യങ്ങളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഏതൊരു ഭരണവും ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഫെസ്റ്റിവൽസ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരണം, ഒരു സെലിബ്രേഷൻസ് ഉണ്ടാവണം. അത് എല്ലാ തലത്തിലുള്ള വ്യക്തികൾക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാവട്ടെ, മുതിർന്നവർക്കാവട്ടെ, പിന്നെ ജെൻസീസ്ക്കാവട്ടെ, എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവണം, ഒരു സെലിബ്രേഷൻ ഉണ്ടാവണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. ആ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഈ ഒരു ത്രിവേണി ഓണം ചെയർപേഴ്സൺ പിന്നെ എല്ലാ കൗൺസിൽ അംഗങ്ങളുടെ ഒരു നേതൃത്വത്തിൽ മുമ്പോട്ട് വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും മുനിസിപ്പാലിറ്റിക്ക് നേരുകയാണ്. മൂവാറ്റുപുഴയുടെ ചരിത്ര നേട്ടങ്ങളിൽ ഒന്നായി ത്രിവേണി ഓണം മാറുമെന്നും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നഗരത്തിന്റെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുമെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ പി എൽദോസ്, വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസം ബീഗം, ജിനു മടേക്കൽ, CM ഷുക്കൂർ, ഷാഹിന മാഹിൻ, ജെയ്സൺ തോട്ടത്തിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം, മജീദ് മങ്ങാടൻ, മനോജ് ജി, RDO KE അബ്ബാസ്, KA നവാസ്, സോജൻ പിട്ടാപ്പള്ളി, PA ബഷീർ, T ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 3 പുഴകൾ ചേരുന്ന മൂവാറ്റുപുഴയുടെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും ടൂറിസം സാധ്യതകളും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനുള്ള വേദിയായി ത്രിവേണി ഓണം മാറുമെന്നും സംഘാടകർ അറിയിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ.